അങ്ങനെ പുതിയൊരു സീസണിന് വേണ്ടി പുതിയൊരു പരിശീലകനെ ബ്ലാസ്റ്റേഴ്സ് നിയമിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു ആഴ്ച കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ ആയിട്ട് ഡേവിഡ് കെറ്റാല എന്ന് പറയുന്ന സ്പാനിഷ് പരിശീലകനെ 44 വയസ്സ് മാത്രം പ്രായമുള്ള സ്പാനിഷ് പരിശീലകനെ ബ്ലാസ്റ്റേഴ്സ് നിയമിക്കുകയുണ്ടായി. സോ ഇദ്ദേഹത്തെ നിയമിച്ചതിന് പിന്നാലെ ഒരുപാട് ആരാധകർക്കുള്ള സംശയമാണ്, ഇനിയെങ്കിലും പുതിയ കോച്ചാണ്, ഇനിയെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു കപ്പിലെത്തി തീരുവാനായിട്ട്, അതായത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആഗ്രഹിക്കുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ നേട്ടമായിട്ട് നേടുവാൻ വേണ്ടി ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആഗ്രഹിക്കുന്ന ആ ഒരു ISL കപ്പിലേക്ക് ഇനിയെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് തീരുവാനായിട്ട് സാധിക്കുമോ എന്ന് ഒരുപാട് ആരാധകർക്ക് തന്നെ നല്ലൊരു ആശങ്കയുണ്ട്. നമുക്കറിയാം, ഇദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡും ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അത്ര കണ്ട് വലിയൊരു എക്സ്പീരിയൻസോ വലിയൊരു തരത്തിലുള്ള നേട്ടങ്ങളോ, അതായത് ട്രോഫികൾ നേടി എന്ന തരത്തിലൊന്നും പറയാനായിട്ട് ഇദ്ദേഹത്തിന് വലിയ റെക്കോർഡുകളോ കാര്യങ്ങളും ഒന്നുമില്ല. തൻ്റെ കരിയറിൽ 4 ക്ലബ്ബുകളെയൊക്കെ തന്നെയാണ് ഇദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുള്ളത്. ഇനി ISL കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ISL 11 വർഷമായിട്ടും ഒരു ട്രോഫി പോലും ഇല്ലാത്ത ഒരു ക്ലബ്ബ് അത് കേരള ബ്ലാസ്റ്റേഴ്സാണ്. നിലവിൽ ISL 13 ടീമുകളുടെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ടീമുകൾക്കും പല ടൈറ്റിലുകൾ ഉണ്ട്. IPL ആവട്ടെ, ഡ്യൂറൻ കപ്പ് ആവട്ടെ, സൂപ്പർ കപ്പ് ഉൾപ്പെടെ സൂപ്പർ കപ്പെങ്കിലും ഉള്ള ടീമുകൾ ISL ഉണ്ട്. സോ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു സീസൺ അവസാനിപ്പിക്കണമെങ്കിൽ ഒരു കപ്പ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സീസൺ നല്ലൊരു ഫോർമാറ്റിലെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് അവസാനിപ്പിച്ച് അടുത്ത സീസൺ നല്ലൊരു ഊർജ്ജസ്വലതയോടെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന് സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട് കഴിയും. സോ ഇങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിനെ ഒരുപാട് പരിശീലകന്മാർ വന്ന് പരിശീലിപ്പിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഒരു സീസണിൽ ഡേവിഡ് ജെയിംസ്, പിന്നെ അതിനുശേഷം പല പ്രധാനരായ പരിശീലകന്മാരുടെ പേരെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേവിഡ് ജെയിംസ്, സ്റ്റീവ് കോപ്പൽ, പീറ്റർ ടെയ്ലർ, അതോടൊപ്പം തന്നെ ഫിലൻ തുടങ്ങി ഒരുപാട് പരിശീലകന്മാർ, അതായത് കിബോവിക്യൂന, മിഗാൽ സ്റ്റേര, ഇവാൻ വുക്കോമനോവിച്ച്, നിലോ വെഗൻഡ, അങ്ങനെ തുടങ്ങി ഒരുപാട് പരിശീലകന്മാർ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ 13ാമത്തെ പരിശീലകൻ എങ്ങാണ്ടാണ് ഇദ്ദേഹം. നമുക്ക് വേണമെങ്കിൽ ആ കണക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് പരിശീലകന്മാർ ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ചെങ്കിൽ പോലും ഇവർക്കൊന്നും ആ ഒരു ഫൈനൽ ആയിട്ട് ആ ഒരു കപ്പ് നേടിത്തരുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ബ്ലാസ്റ്റേഴ്സിന് 3 തവണ 3 ഫൈനലുകളിൽ എത്തിച്ച 3 പരിശീലകന്മാരുടെ പേരാണ് ഡേവിഡ് ജെയിംസ്, സ്റ്റീവ് കോപ്പൽ, ഇവാൻ വുക്കോമനോവിച്ച് എന്ന് പറയുന്നത്. ഇതിൽ അധികം കാലം ബ്ലാസ്റ്റേഴ്സിന് പരിശീലിപ്പിച്ച് ബ്ലാസ്റ്റേഴ്സുമായിട്ട് എല്ലാ റെക്കോർഡുകളും ഉള്ള പരിശീലകൻ അത് ഇവാൻ വുക്കോമനോവിച്ചാണ്. സോ അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ മിഗാൽ സ്റ്റേറെ ടീമിലേക്ക് എത്തിക്കുന്നതും സീസണിൻ്റെ പകുതി വെച്ച് അദ്ദേഹത്തെ സാക്ക് ചെയ്ത് കളയുന്നതും. സോ നമുക്കറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡേവിഡ് കെറ്റാല എന്ന് പറയുന്ന പരിശീലകൻ എങ്കിലും ഈ ഒരു ബ്ലാസ്റ്റേഴ്സിന് ട്രോഫി നേടിത്തരുവാനായിട്ട് കഴിയുമോ എന്നുള്ളതാണ്. സോ ട്രോഫി എന്നതിലുപരി ആദ്യമായിട്ട് ബ്ലാസ്റ്റേഴ്സിന് നേടേണ്ടത് ഒരു മേജർ ട്രോഫി, അതായത് ISL പോലുള്ള ഒരു മേജർ ട്രോഫി നേടുന്നതിന് മുമ്പ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു സീസണിൽ തന്നെ ട്രോഫി നേടുവാനുള്ള അവസരമാണ് സൂപ്പർ കപ്പ് ഒരുക്കി തരുന്നത്. സോ ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം വിചാരിച്ചു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് മെയിൻ സ്ക്വാഡ് ഇറക്കി തന്നെയാണ് കളിക്കുന്നത്. സോ ബ്ലാസ്റ്റേഴ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം നല്ലൊരു പ്രകടനം, അതായത് കോച്ച് എന്ന രീതിയിൽ ഒരു നല്ല പ്രകടനം ടീമിന് വേണ്ടി കാഴ്ചവെക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കപ്പ് നേടാവുന്നതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കേണ്ടതാണ്.